എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് മസാല, ഡ്രൈ മസാല. ഉരുളക്കിഴങ്ങ് എടുക്കുക, നന്നായിട്ട് വേവിച്ച് വാങ്ങി തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വയ്ക്കുക. അതിന് വേണ്ടുന്ന ചേരുവകൾ: കറിവേപ്പില, 2-3 കറിവേപ്പില എടുക്കുക, വെളുത്തുള്ളി കുറച്ച്, കുറച്ചെടുക്കുക, പിന്നെ ഉലുവ കുറച്ച്, ജീരകം, ഒരു കഷ്ണം ഉള്ളി അഥവാ സവാള, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, എടുക്കണം, 2 അല്ലി മല്ലിയില, പിന്നെ വെളിച്ചെണ്ണ. അതിന് ഉരുളക്കിഴങ്ങ് ഇതുപോലെ വേവിച്ച് ചെറുതായി കട്ട് ചെയ്ത് വെക്കുക. പച്ചമുളകും ഉള്ളിയും സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് സ്റ്റൗ ഓണാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് കടുക്. കുറച്ച് വെളിച്ചെണ്ണ എടുത്തുള്ളൂ, അധികം വെളിച്ചെണ്ണ ഉരുളക്കിഴങ്ങിനകത്ത് വേണ്ട എന്ന കണക്കിന് കൂടുതലെടുത്തില്ല. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. പൊട്ടുന്ന സമയത്ത് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഇട്ടതിന് ശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കുക. സവാള അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുക്കുക. വെന്ത് വരുമ്പോൾ നല്ല ശരിക്കും മൂത്ത് വരണം, ചുവന്ന കറുത്ത മുറവി വരണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയാണ്. കറിവേപ്പില 3 തണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ അതിനിടയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് നന്നായി വഴറ്റണം. അതിലേക്ക് ഉരുളക്കിഴങ്ങ് മിക്സാക്കുക. ഉരുളക്കിഴങ്ങ് ഇതുപോലെ മിക്സാക്കി എല്ലാം മിക്സായി വന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ കുരുമുളക് പൊടി വിതറി കൊടുക്കുക. ലാസ്റ്റാണ് നമ്മൾ ഈ മല്ലിയില ചേർത്ത് ഒന്നും കൂടി വഴറ്റി മിക്സാക്കിയതിന് ശേഷം കുറച്ച് സമയം മൂടി വെക്കുക. എന്നിട്ട് ചപ്പാത്തിക്കോ ദോശയ്ക്കോ വേണമെങ്കിൽ ചോറിനും കൂടി കൂട്ടാം, നല്ല ടേസ്റ്റാണ്.